അഭിഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഹാഫ് സാരിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഇടയ്ക്ക് ഒരു വീക്കിൽ ഒരു ഹാഫ് സാരിയെങ്കിലും നമുക്ക് കാട്ടിയിട്ടില്ലെങ്കിൽ സമാധാനം വരില്ല. ബിക്കോസ് അത്രയും കൂടുതൽ ആൾക്കാർ ഇപ്പൊ പ്രിഫർ ചെയ്യുന്ന ഒരു ഔട്ട്ഫിറ്റ് ആയി മാറിയിട്ടുണ്ടാവും ഹാഫ് സാരി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഹാഫ് സാരി ഉടുക്കണം എന്നൊക്കെ. പണ്ട് മുതലേ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹാഫ് സാരി എന്ന് പറയുന്നത് ഭയങ്കര ക്രേസ് ആയിരിക്കും. ചിലപ്പോൾ ചിലർക്കൊന്നും ഒരിക്കൽ പോലും അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പണ്ട് സിനിമകളിൽ ഒക്കെ ധാവണി ഉടുക്കുമ്പം അമ്മമാരൊന്നും സമ്മതിക്കില്ല ചെറുപ്പത്തിൽ ധാവണി ഉടുത്താല് വലിയ പെണ്ണായി എന്നൊക്കെ പറയും. അപ്പം അന്ന് മുതലേ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഈ ധാവണി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അത് ഇപ്പം അധികം ബ്രൈഡൽ വെയർ ആയിട്ട് പാർട്ടി വെയർ ആയിട്ടൊക്കെ ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഡിസൈനർ വെയറുകളായിട്ട് ധാവണികൾ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനത്തെ പർപ്പസസിനൊക്കെ ഉള്ളത് ഡിസൈൻ ചെയ്തെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ധാവണി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കുറച്ചൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ധാവണി. പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെവി ഒന്നുമല്ല, സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു എലിഗൻസ് ഉള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ധാവണിയാണ്. ബിക്കോസ് ഇതിന്റെ കളർ കോമ്പിനേഷൻ ആൻഡ് ഓൾസോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ സിമ്പിൾ പാറ്റേൺ ആണ്, നല്ല റിച്ച് ലുക്കുള്ള ഒരു ധാവണി കൂടിയാണ്. ധാവണി ഇനിയും വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഹെവി ഒന്നുമല്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന. ഇവൻ നമുക്ക് പാർട്ടി വെയർ അല്ലാതെ സിമ്പിൾ എൻഗേജ്മെന്റ് അങ്ങനെ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണിത്. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെറിയ ഡിഫറൻസസ് വരുത്തണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാം. കസ്റ്റമൈസേഷൻ എന്തെങ്കിലും ചെയ്യണേ ചെയ്യാം, മേടിക്കണം എന്നുള്ളവർക്ക് മേടിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം അതിന് ഒട്ടും വൈകാതെ വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്കിനി ആ ധാവണി ഡിസൈൻസ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇന്നൊരു ഡിസൈനർ ധാവണിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ വെറൈറ്റി എന്ന് പറയുന്നത് ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലും ഇതിന്റെ വെറൈറ്റി തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഇത് ടിഷ്യൂ ആൻഡ് കോട്ടൺ സിൽക്ക് കോമ്പോയിലാണ് ചെയ്തത്. ടിഷ്യൂല് നമ്മൾ സാധാരണ ധാവണി ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ കളർ അല്ലെങ്കിൽ സിൽവർ കളർ ടിഷ്യൂ ആണ് ചെയ്യാറ്. പക്ഷേ ഈ ടിഷ്യൂ എന്ന് പറയുന്നത് ഇതൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡുള്ള ടിഷ്യൂ ആണ്. നോർമലി അങ്ങനെ കാണപ്പെടാത്ത ഒരു കളറാണ്. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ബ്ലൗസൊക്കെ ചെയ്യാനാണ് യൂസ് ചെയ്യാറ്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ട് ആൻഡ് ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് തരുന്നത്. പക്ഷേ വലിയ മോശമില്ലാതെ അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല റിച്ച് ഫീൽ കിട്ടും. ബിക്കോസ് ടിഷ്യൂ ആയതുകൊണ്ട് ഭയങ്കര ഷൈനിങ് ആയിരിക്കും മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ഷൈനിങ് ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലർ പറയാറുണ്ട് കോട്ടൺ വേണ്ട, എനിക്ക് കുറച്ചുകൂടി തിളങ്ങുന്ന തുണി വേണം എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടിയാണ് ഇത് വരുന്നത്. ഫുള്ളി സ്റ്റിച്ചഡാണ്. ബ്ലൗസ് പ്രിൻസസ് കട്ടാണ്, എൽബോ സ്ലീവ് ആണ്. ഫ്രണ്ടിൽ കുറച്ച് വൈഡ് ആൻഡ് ഡീപ്പ് നെക്കാണ്, ബാക്ക് നെക്കും അങ്ങനെ തന്നെയാണ്. വൈഡ് ആൻഡ് ഡീപ്പ് ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്കി ഡീറ്റെയിലിംഗ് നോക്കണം. ദുപ്പട്ട ഞാൻ പറഞ്ഞ പോലെ ടിഷ്യൂ ആണ്, ഒരു ഒലീവ് ഗ്രീൻ ടിഷ്യൂ ആണ്. ഇത് പക്ക ഗോൾഡൻ കളർ ടിഷ്യൂ അല്ല, ഒലീവ് ഗ്രീൻ ആണ് ടിഷ്യൂ വരുന്നത്. അത് ടിഷ്യൂവിൻ്റെ ഒരു ലെക്സ് പ്ലസ് ഫീൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ബ്ലൂ കളറില്ല, നിങ്ങൾ വീഡിയോയിൽ ഭയങ്കര കണ്ണിലടിക്കുന്ന കളറായിരിക്കും കാണുന്നത്. പക്ഷേ ശരിക്കും ഒരു ഒതുക്കമുള്ള റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ഒരുപാട് വീഡിയോയിൽ കാണുന്ന അത്ര അങ്ങോട്ട് എന്താ പറയുക കണ്ണിലടിക്കുന്ന ബ്രൈറ്റ്നെസ് ഉള്ളതല്ല, നോർമൽ റോയൽ ബ്ലൂ കളറാണ് ശരിക്കും ഇതിൻ്റെ കളറ്. എനിവേ നമ്മൾ ദുപ്പട്ട ചെയ്തത് ടിഷ്യൂ ആണെന്ന് പറഞ്ഞു. അതിനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ്, ബ്ലൂ കളറുള്ള. അതിനൊരു 3 ഇഞ്ച് 2.5 ഇഞ്ചിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോർഡറും ടിഷ്യൂവും ഉള്ള ആ വേർതിരിക്കുന്ന സ്ഥലത്ത് ഒരു ഗോൾഡൻ കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതാണ് ദുപ്പട്ടയിൽ ചെയ്തത്. സ്കേർട്ട് നോക്കുവാണെങ്കിൽ സ്കേർട്ട് പാനൽ കട്ടിലാണ് ചെയ്തത്. പാനൽ കട്ട് ചെയ്യാൻ 2 കാരണമുണ്ട്. ഒന്നാമത് പാനൽ കട്ടിൽ കുറച്ച് നമുക്ക് വേണ്ടത്ര ഫ്ലെയർ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ടിഷ്യൂ തുണി നമ്മൾ മേടിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് വീതി കുറവിലാണ് കിട്ടുക. എന്ന് വെച്ചാൽ സാധാരണ തുണിക്ക് 44 ഇഞ്ചൊക്കെ വീതി ഉണ്ടാവും. പക്ഷേ ടിഷ്യൂ തുണിക്ക് 36
ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് അംബ്രല്ല കട്ട് ചെയ്താൽ ഏതാണ്ട് ഈ ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ ജോയിന് പോകും. സാധാരണ അംബ്രല്ല കട്ടിൽ ഒരു അസിലെ ജോയിൻ ഉണ്ടാവും, പക്ഷെ അത് കുറച്ച് താഴോട്ടാണ് ഉണ്ടാവുക. ഇത് കുറച്ച് മേലോട്ട് കയറി വരും. അപ്പോൾ ഒരുപാട് ജോയിൻ ആയാൽ അതൊരു വൃത്തികേടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പാനൽ കട്ട് സ്കേർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിവേ പാനൽ കട്ടാണ് സ്കേർട്ട്. ലൈനിങ് ക്രേപ്പാണ്. കൂടാതെ താഴെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെയിം കോട്ടൺ സിൽക്ക് ബ്ലൂ കളർ ബോർഡറാണ് കൊടുത്തത്. ഇത് കുറച്ചൊരു വലിയ ബോർഡറാണ്. ഈ ബോർഡറിൻ്റെ മുകളിലായിട്ട് ഒരു ലേസും കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറുള്ള. അങ്ങനെയാണ് സ്കേർട്ട് ചെയ്തത്. നോർമൽ ഡോറി സ്കേർട്ടാണ്. ഇനി ബ്ലൗസാണ് നോക്കാനുള്ളത്. ബ്ലൗസ് ഞാൻ പറഞ്ഞു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. കോട്ടൺ സിൽക്കിലാണ് ചെയ്തത്. ലൈനിങ് കോട്ടൺ ആണ് കൊടുത്തത്. നെക്കിലൊരു ബോർഡർ വർക്ക് വരുന്നുണ്ട്. സിമ്പിൾ വർക്കാണ്. ജസ്റ്റ് 2 ബീഡ് ലെയർ ഉണ്ട്, ചെറിയ ബീഡ് ലെയർ. അതിൻ്റെ ഇടയിലൊരു വലിയ ബീഡ് ലെയറും ഉണ്ട്. ബാക്ക് നെക്കിലും ഈ സെയിം വർക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് സ്ലീവിലാണ്. സ്ലീവിലിങ്ങനെ ഇത് കുറച്ചൊരു വണ്ണമുള്ള ആളാണ്, അതുകൊണ്ടാണ് ഇവിടെ പിൻ ചെയ്ത് വെച്ചതാണ്. സ്ലീവൊക്കെ നല്ല ലൂസാണ്. എനിവേ ഇവിടെ ഇങ്ങനെ ഒരു ബുട്ട വരുന്നുണ്ട്, ഒരു മാംഗോ ഷേപ്പിൽ. അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് സദോസിയുടെ. പിന്നെ കുഞ്ഞു കുഞ്ഞു ബീഡഡ് ഫ്ലവേഴ്സൊക്കെ വരുന്നുണ്ട്. ഒരു ബുട്ട ഉണ്ട്. പിന്നെ കൂടാതെ സ്ലീവിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2 സ്ലീവിലും. ഇങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഏകദേശം നല്ലൊരു കളറായിട്ട് തന്നെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് മറ്റേത് ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്തോ ആണ് ഇതിങ്ങനെ വേറൊരു കളറായിട്ട് തോന്നിയത്. ഇപ്പം അത്യാവശ്യം നല്ലോണം കാണുന്നുണ്ട്. എന്തായാലും ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക് ഓഫ് ധാവണി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്, കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സാപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, എൻ്റെ മെസ്സേജ് അയച്ചാൽ മതി, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. പിന്നെയും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.